ടെൻഷനും കാര്യങ്ങളും ഒന്നും പറയാൻ ഒരാൾ പോലും അടുത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ കണ്ണൊക്കെ നിറയുന്നത് ഞാനിങ്ങനെ കണ്ടു, എൻ്റെ മുഖമൊക്കെ ചുമക്കുന്നതൊക്കെ ഞാനിങ്ങനെ ലൈവായിട്ട് കണ്ടു. ഞാനിങ്ങനെ ഇയാൾ എന്തോ കാണിക്കുന്നത്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ചുമ്മാ കേട്ടപ്പോൾ എനിക്ക് ഫുൾ ടെൻഷനായി. ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റോറി ആയിട്ടോ. ഞാനിപ്പോൾ 7ാം ക്ലാസ് വരെ നാട്ടിൻപുറത്ത് എൻ്റെ സ്കൂളിൽ നിലനാട് സ്കൂളിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ്സിലേക്ക് വെഞ്ഞാറമൂട് സ്കൂളിലേക്ക് പോയ കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ കവിത ചൊല്ലി സ്കൂളിൽ ഫസ്റ്റ് കിട്ടും, സബ് ജില്ലയിൽ പോവും, എ ഗ്രേഡൊക്കെ ആയിട്ട് വരും. അങ്ങനെ ആ ഒരു ബേസിൽ ഞാൻ വെഞ്ഞാറമൂട് സ്കൂളിലും പങ്കെടുത്തു. അപ്പോൾ അവിടെ പുതിയ കുട്ടികളാണ് എല്ലാവരും, ടീച്ചേഴ്സിനെ ആർക്കും അറിയില്ല, എനിക്ക് വലിയ ഫ്രണ്ട് സർക്കിളൊന്നുമില്ല. ഞാനങ്ങനെ പോയി. അപ്പോൾ വിദ്യാരംഗത്തിൻ്റെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ എനിക്കല്ലേ യുവജനോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയത് കവിതയ്ക്ക്. അപ്പോൾ എന്നെ ചൂസ് ചെയ്തു. അന്നിങ്ങനെ പറയും വൈലോപ്പിള്ളിയുടെ പാട്ടാണെന്ന് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ സാർ എനിക്കൊരു പാട്ടും എടുത്തു തന്നു. ഞാനത് പാട്ടുകൾ കിട്ടുമ്പോൾ ഞാൻ പൊതുവേ അതിൻ്റെ അർത്ഥം അച്ഛനോട് ചോദിച്ചിട്ടാണ് പഠിക്കുന്നത്. അച്ഛനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ഞാൻ ആ പാട്ട് പഠിച്ച് സാറിന് പാടിക്കൊടുത്തു പ്രോഗ്രാമിൻ്റെ തലേ ദിവസം. അപ്പോൾ സാറ് പറഞ്ഞു ഇതിന് ചേരുന്ന കുറച്ചുകൂടെ നല്ലൊരു ഈണം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സാർ എനിക്കൊരു ഈണവും പറഞ്ഞു തന്നു. എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് പറ്റുന്ന വെച്ചാൽ എനിക്ക് ആ ഈണം ഒന്നും കിട്ടുന്നില്ല. ആ ഈണം കിട്ടുമ്പോൾ വരി മറന്നു പോകും. വരി കിട്ടുമ്പോൾ കാരണം ഞാനൊരു വേയിൽ പഠിച്ചു വെച്ചേക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. സാർ അടിപൊളിയായിട്ട് പാടി. ഇതുകൂടെ കേട്ടപ്പോൾ, സാറ് പാടുന്നതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഫുൾ ടെൻഷനായി. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ഫുള്ള് വിയർത്ത് തണുത്ത് ഒരു പരുവമാണ്. അമ്മയ്ക്കാണ് ഇത് പ്രോപ്പറായിട്ട് അറിയാവുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ എല്ലാ പ്രോഗ്രാമിനും അമ്മ എന്നെ കൊണ്ടുപോകുന്ന കവിതയൊക്കെ ചൊല്ലുമ്പോൾ. ഇത്തവണ അമ്മയില്ല.